എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. നോക്ക് അല്ലേ, പിതാവ് എന്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവ്. അവിടെ എന്ത് വരുന്നുണ്ട്? ട്രിനിറ്റിയുടെ കാര്യം കൃത്യമായിട്ട് വരുന്നുണ്ട്. പിതാവും പുത്രനും ചേർത്താണ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്. 16-ാം വാക്യത്തിലും അതിനോട് ചേർന്ന് പറയുന്നുണ്ട്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് യേശു കർത്താവ് തന്നെ ഒരു കാര്യസ്ഥനാണ്, മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരും. യേശുവിന്റെ സ്നാന സമയം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വിവരിക്കുന്നത് അതിന്റെ 3-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങളിൽ യേശു കർത്താവ് സ്നാനമേൽക്കാനായിട്ട് വരികയാണ്. ജനമെല്ലാം സ്നാനമേൽക്കയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവു എന്ന പോലെ അവന്റെ മേൽ വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. നോക്കുക, യേശു കർത്താവ് സ്നാനമേൽക്കാൻ വരുന്നു, പരിശുദ്ധാത്മാവ് പ്രാവുരൂപത്തിൽ അവന്റെ മേലെ വരുന്നു, പിതാവ് അവിടെ നിന്ന് ടെസ്റ്റിഫൈ ചെയ്യുന്നു, നീ എന്റെ പ്രിയപുത്രനാണ്, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതിലെല്ലാം ഉപരി പിന്നീട് വിശദമാക്കേണ്ട ഒരു കാര്യമാണെങ്കിലും അതോടെ ഞാൻ ആ ഒരു വാക്യം മാത്രം വായിച്ചു പോകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തില്, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 23-ാം വാക്യത്തിൽ, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കാര്യസ്ഥൻ വന്നു കഴിഞ്ഞാൽ എന്നേക്കും അവൻ നിങ്ങളോടുകൂടെ വസിക്കുന്നു. ഹി വിൽ ഡ്വെൽ വിത്ത് യു ഫോർ എവർ, എന്നേക്കും വസിക്കും. അപ്പോൾ ആദ്യം ആര് തന്നെ വരുന്നു? പരിശുദ്ധാത്മാവ് വരുന്നു. രണ്ടാമത് ആരും കൂടെ വരുന്നു പറഞ്ഞത്, ഞാനും പിതാവും കൂടെ വരുന്നു. ഞാൻ ഈ ഭാഗങ്ങളുടെ വാക്യം മാത്രം വായിച്ചു പോയത് നമുക്ക് ഈ കാര്യങ്ങളിലെ ട്രിനിറ്റിയെ കുറിച്ചുള്ള ഉപദേശങ്ങളിലെ ചില കാര്യങ്ങളൊന്ന് ഗ്രഹിക്കാൻ, അതായത് ഇതൊന്നും വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരു ഉപദേശമാണ് എന്നാരും ചിന്തിക്കരുത് എന്ന് പറഞ്ഞു പോകാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ത്രിയേകത്വത്തിന്റെ മർമ്മങ്ങൾ ഒരുപക്ഷെ നമുക്ക് തിരിച്ചറിയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യക്ഷത്തിൽ പ്രയാസമാണ്. എങ്ങനെയാണ് ട്രിനിറ്റി വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലാക്കാനായിട്ട് ഉണ്ടായേക്കാം. അതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രിനിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതൊരു ആത്മീയ സത്യമാണ്. ഈ ആത്മീയ സത്യം മനസ്സിലാക്കാൻ ഒരു ആത്മീയ നിലപാടിലോ അല്ലെങ്കിൽ ഒരു ആത്മതലത്തിലോ മാത്രമേ പലപ്പോഴും കഴിയത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ വീണ്ടും ജനനത്തെക്കുറിച്ച് ഇതേപോലൊരു കാര്യം കർത്താവ് നിക്കോദിമോസിന് പറയുന്നുണ്ട്. വീണ്ടും ജനനം എന്ന് പറയുന്നതും എന്താണ്? ഒരു ആത്മീയ അനുഭവമാണ്, അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഒരു വർക്കാണ്. ആൻഡ് ദാറ്റ് ഹാപ്പൻസ് സംതിങ്, ഇറ്റ് ഇസ് നോട്ട് അവന്റെ മാനസാന്തരം എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു കാര്യമല്ല വീണ്ടും ജനനം എന്ന് പറയുന്നത്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. വി റിപ്പന്റ് ആൻഡ് ദ ബോൺ അഗൈൻ എക്സ്പീരിയൻസ് ഇസ് നോട്ട് വി ഹു ഡിസൈഡ്. ജനിക്കണോ വേണ്ട എന്നുള്ളത് ജനിക്കുന്നവനല്ല തീരുമാനിക്കുന്നത്, ജനിപ്പിക്കുന്നവനാണ്, അല്ലേ? അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് സമയം അനുസരിച്ച് പറയാം. എന്നാൽ അപ്പോൾ അതൊരു അതൊരു ഡിവൈൻ വർക്കാണ്. അത് പറയാനായിട്ട് പല ഉദാഹരണങ്ങൾ കർത്താവ് എന്ത് ചെയ്തു? നിക്കോദിമോസിനോട് ഉപയോഗിച്ച് നോക്കി. പക്ഷെ എന്നിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഉടനെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് അതിന്റെ 12-ാം വാക്യത്തിൽ, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് എങ്ങനെ വിശ്വസിക്കുന്നു? അതായത് ഇതെല്ലാം കൂടെ ഞാൻ ഭൂമിയിലെ കാര്യങ്ങൾ പറഞ്ഞ് നിന്നോട് പറയാൻ നോക്കിയിട്ട് അത് നടക്കുന്നില്ല, പിന്നെ ഞാൻ ഈ സ്വർഗത്തിലെ കാര്യം നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്? എന്താന്ന് ചോദിച്ചാൽ, ഏത് കാര്യവും നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നത് ഭൗതിക തലത്തിൽ മാത്രമേ ഉള്ളൂ. കാര്യം വിശദീകരണം നമ്മുടെ വാക്കുകൾ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ബോധ്യമാകുന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മളുടെ റാഷണാലിറ്റിക്ക് ബോധ്യമാകുന്ന നിലയിൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്നത് ഭൗതിക കാര്യങ്ങളേ ഉള്ളൂ. അതിനപ്പുറത്ത് നമുക്ക് പോകണമെങ്കിൽ അത് ആത്മതലത്തിൽ മാത്രം അറിയാനേ നമുക്ക് കഴിയത്തുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. ആ ഫാക്കൽറ്റി വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. സ്വർഗീയമായതിനെ മനസ്സിലാക്കാൻ സ്വർഗതലത്തിലേക്ക്, ആത്മീയമായതിനെ മനസ്സിലാക്കാൻ ഒരു ആത്മതലത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ പറ്റത്തില്ല. അത് ഭൗതികമായി നോക്കിയാലും എ ബ്ലൈൻഡ് മാൻ കനോട്ട് സീ കളേഴ്സ് ഈവൻ ദോ ഹി ക്യാൻ എൻജോയ് മ്യൂസിക്. ഒരു അന്ധനായ മനുഷ്യന് അവന് മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ കളർ കാണാൻ പറ്റുമോ? ഇല്ല. കാരണം അവന്റെ കണ്ണ് എന്ന് പറയുന്ന ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നില്ല. അത് എത്ര ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് എ ഡെഫ് മാൻ ക്യാൻ എൻജോയ് മ്യൂസിക് ബട്ട് ഹി കനോട്ട് അപ്രീഷിയേറ്റ് കളേഴ്സ് ഓർ എ പെയിന്റിംഗ്, അല്ലേ? ചെവി കേൾക്കാൻ വയ്യാത്ത ഒരു മനുഷ്യന് ഒരുപക്ഷെ നല്ല പെയിന്റിംഗ് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മ്യൂസിക് അല്ലെങ്കിൽ സംഗീതം വർക്ക് ചെയ്യത്തില്ല. സോ അതാ ഞാൻ പറഞ്ഞത്, ഈവൻ ടു അപ്രീഷിയേറ്റ് സംതിങ് ഓഫ് ദിസ് വേൾഡ്, ദാറ്റ് പർട്ടിക്കുലർ ഫാക്കൽറ്റി ഓഫ് അവേഴ്സ് വിച്ച് ഡീൽസ് വിത്ത് ദാറ്റ് മാറ്റർ ഷുഡ് ബി ആക്റ്റീവ്, അല്ലെങ്കിൽ അത് തന്നെ പറ്റത്തില്ല. ഇപ്പം
എനിക്കൊരു ഞാൻ അന്ധനാണെങ്കിൽ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ചെകിടനാണെങ്കിൽ ശബ്ദവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ ഏറ്റവും ലളിതമായ നിലയിൽ തന്നെ ഏതൊരു മാറ്ററിനെയും, ഏതൊരു വസ്തുവിനെയും, അല്ലെങ്കിൽ ഏതൊരു വസ്തുതയെയും, ഏതൊരു കാര്യത്തെയും മനസ്സിലാക്കാൻ അത് ഡീൽ ചെയ്യുന്ന ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, പറ്റത്തില്ലെങ്കിൽ എങ്ങനെയാണ് ആത്മതലത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ദൈവികമായ ഒരു സ്വർഗീയ തലത്തിലെ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ നമ്മളുടെ ഫാക്കൽറ്റി അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ ഫാക്കൽറ്റി ഉണ്ട്, അതുകൊണ്ട് ഒരിക്കലും അത് കഴിയത്തില്ല. ട്രിനിറ്റി എന്ന് പറയുന്നത് സ്പിരിച്വൽ റിയാലിറ്റിയാണ്. അത് പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യർക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ടത് മറ്റാരുമല്ല, അപ്പോസ്തലന്മാരാണ്. നമ്മൾ ചിന്തിക്കുന്ന അപ്പോസ്തലന്മാർക്ക് ഇതൊരു പ്രയാസമില്ലെന്ന, നമ്മളെക്കാലം പ്രയാസം. കാര്യം ഞാൻ പറഞ്ഞില്ല, ദൈവം ഹൈലി മോണോത്തിസ്റ്റിക്. അവർക്ക് രണ്ട് ദൈവം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാനേ കഴിയത്തില്ല, അല്ലേ? നാച്ചുറലി യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല. എന്തെങ്കിലും ഒരു കാര്യം ദൈവം എന്ന് പറയുന്നതിന് പകരം ഒരു വാക്ക് ഉപയോഗിക്കാൻ പോലും അവർക്ക് മടിയാണ്. ദൈവത്തിന് ചേരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും വലിയ ദൈവദൂഷണം വേറെ ഒന്നും അവർക്ക് ഇല്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില്, സമയമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും വ്യാഖ്യാനിക്കാത്തത്, കർത്താവിനോട് അവർ ചോദിച്ചു, നീ ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ പറയാൻ നീ ആരാ? ഞങ്ങളുടെ അബ്രഹാമിനേക്കാൾ വലിയ ആളാണോ? ഞങ്ങളുടെ പിതാവ് അബ്രഹാമാണ്, അബ്രഹാമിനേക്കാൾ വലിയ ആളാണോ നീ? കർത്താവ് മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചെന്ന് പറഞ്ഞു, ബിഫോർ എബ്രഹാം ഐ ആം. അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട്, അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഐ ആം. ബിഫോർ എബ്രഹാം ഐ ആം. ഐ ആം എന്ന വാക്ക് എവിടെ നിന്ന് എടുത്തിരിക്കുന്നത്? ഐ ആം ഹൂ ഐ ആം. ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ച വാക്കാണ്. യഹോവസാക്ഷികളൊക്കെ പറയും, പലപ്പോഴും യഹോവസാക്ഷികൾ പറയുന്ന കാര്യമുണ്ട്, യഹോവയ്ക്ക് വേണ്ടി ഉപയോഗിച്ച വാക്കുകൾ ഒന്നുപോലും യേശു തനിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല, അല്ലേ? കേട്ടിട്ടില്ലേ അങ്ങനെയൊക്കെ? യഹോവസാക്ഷികൾ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം. അവർ പറയുന്ന ആദ്യത്തെ കാര്യം, യഹോവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കും യേശു തനിക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവ് പറയാണ്, ബിഫോർ എബ്രഹാം ഐ ആം. നമ്മളുടെ ഗ്രാമർ ശരിയല്ല അതിനകത്ത്, അല്ലേ? കാര്യം മനുഷ്യന്റെ ഗ്രാമറിന് പറ്റുന്നതല്ല അത്. ഇറ്റ് ഇസ് മച്ച് മോർ ദൻ ദാറ്റ്. ബിഫോർ എബ്രഹാം ഐ ആം. അവിടെ അവൻ പറയുന്നത്, നീ അബ്രഹാമിന്റെ കാര്യമാണ് വലുതായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. യു നോ ഹു ഐ ആം. ഐ ആം ഹു ഐ ആം. ഞാനാരോ നിനക്കറിയാമോ? ഞാനാകുന്നവൻ ഞാനാകുന്നു. അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത വാക്ക് എന്നറിയാമോ? അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുത്തു. അപ്പോൾ അവർ അവനെ എറിയാനായിട്ട് കല്ലെടുത്തു. എന്തുകൊണ്ടാണ്? ദൈവത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ മാറ്റിവെച്ചിരിക്കുന്ന ഐ ആം എന്ന് പറയുന്ന വാക്ക് അവൻ ഇപ്പൊ ആർക്ക് വേണ്ടി ഉപയോഗിച്ചു? യേശു തനിക്ക് വേണ്ടി തന്നെ ഉപയോഗിച്ചു. അവൻ യഹോവസാക്ഷികൾ പറഞ്ഞതിന് അർത്ഥം വല്ലതും ഉണ്ടോ? അവരിങ്ങനെ ഒന്നും അറിയാൻ വയ്യാത്തവരെ കളിപ്പിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയും, ഇല്ലേ? ഒത്തിരി കാര്യങ്ങൾ പറയും. കൃത്യമായിട്ട് കർത്താവ് ഉപയോഗിച്ചിരിക്കുകയാണ്, ബിഫോർ എബ്രഹാം ഐ ആം. നോക്കുക, ഇവരിങ്ങനെ സ്ട്രിക്റ്റ് മോണോത്തിസ്റ്റിക് ആയിരിക്കുന്ന ആളുകള്, വളരെ ശക്തരായ ഏകദൈവ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ, അവർക്ക് യഹോവയെ ദൈവമായിട്ട് അറിയാം, നേരത്തെ അറിയാം. ചെറുപ്പത്തിൽ തൊട്ട് അവർ ക്ഷേമ ചൊല്ലിയാ വളരുന്നത്. യഹോവ ഏകൻ തന്നെ, ദൈവം ഏകൻ തന്നെ എന്നൊക്കെ ചൊല്ലി എല്ലാ ദിവസവും രാവിലെ അവർ എണീക്കുന്നത് തന്നെ. അത്രയ്ക്കും അവർക്ക് ബോധ്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുവിന്റെ ശിഷ്യന്മാർ യേശുവുമായിട്ട് ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകും. ആ ഇന്ററാക്ഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൺഫ്യൂസ്ഡ് ആയി എന്നുള്ളത് യാതൊരു സംശയമില്ല. കാര്യം ഇത് ആരാണ് ഈ വന്നിരിക്കുന്നത്? ഇവനും ദൈവമാണ്. ഇതുവരെ അവർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതുവരെ അവർക്ക് ആര് മാത്രമാണ് ദൈവം? യഹോവ മാത്രമാരും ദൈവം. വേറെ ആരുമായിട്ടും അവർക്കൊരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആദ്യം കാണുന്നത് എന്താണ്? അവിടെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ചരിത്രമാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് പിറ്റേ ദിവസം ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞു പോവാ. പിറ്റേ ദിവസം ഇവർ യേശുവിനെ തിരക്കി വരികയാണ്. അപ്പോഴത്തേക്ക് യേശു അവിടെ നിന്ന് സ്ഥലം വിട്ടു. യേശു അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി എന്നറിഞ്ഞ് ഇവർ ചെറുപടകുകളെ വാടകയ്ക്കെടുത്ത് കാശ് മുടക്കി യേശുവിനെ തിരക്കി വന്നിരിക്കുകയാണ്. യേശുവിനെ തിരക്കി വന്നു പറഞ്ഞു, ഇവിടെ നീ എന്തോ പണിയാണ് കാണിച്ചത്? ഞങ്ങൾ നിന്നെ തിരക്കി എവിടെല്ലാം പോയി. നീ എന്താ ഇന്നലെ എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു ആഘോഷമായിരുന്നു, നീ എന്താ അതെല്ലാം കളഞ്ഞേക്ക് പോകുന്നത്? കർത്താവ് പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ തിരക്കിയത്. നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിച്ചത്. എന്നിട്ട് കർത്താവ് പറയാണ്, നിങ്ങളൊരു കാര്യം ഓർക്കണം, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി തന്നെയല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും.
നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന കാര്യം. നിങ്ങൾക്ക് ഇന്നലെ വിശന്നപ്പോൾ ഞാൻ എന്റെ കരുണ കൊണ്ട് എന്ത് ചെയ്തു? ആഹാരം തന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അതൊക്കെ ആർക്ക് വേണമെങ്കിലും തരാം. ഹേരോദാവ് നിശ്ചയിച്ചാലും തരാൻ പറ്റുന്ന കാര്യമാണ്. കുറച്ച് പേർക്കൊക്കെ ആഹാരം കൊടുക്കും. 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ അവിടുത്തെ രാജാവ് നിശ്ചയിച്ചാലും കൊടുക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഹേരോദാവിന് കൊടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവിടുത്തെ പള്ളിപ്രമാണിമാർക്ക് കൊടുക്കാൻ കഴിയാത്ത, അവിടുത്തെ ഏറ്റവും വലിയ ധനികന് പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്റെ കയ്യിലുള്ളത്, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരം. അത് വേറെ ആർക്കും തരാൻ കഴിയത്തില്ല. അത് ബാക്കിയുള്ളത് എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്നതാണ്. പക്ഷെ ഇത് എനിക്ക് മാത്രം തരാൻ കഴിയുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ കാംക്ഷിപ്പീൻ. അപ്പൊ അവർ പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ വളരെ റെഡിയാണ് എന്നാതിങ്ങി അന്നേരം കർത്താവ് പറഞ്ഞു, അതിന് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വരണം. നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവൻ ഇല്ല. അവൻ മനുഷ്യപുത്രന്റെ മാംസം തിന്നുകയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. ഉടനെ അത് പറ്റത്തില്ല, ഇത് കഠിനവാക്ക്. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു അബ്സേർഡായിട്ട് നമുക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നോർമലി ഇത് കഠിനവാക്ക് എന്ന് പറയാനുള്ള കാര്യം എന്താ അല്ലേ? നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെന്തോ വലിയ കഠിനവാക്ക് അല്ലേ? ചോര കുടിക്കുന്ന കാര്യം ഒന്നും അല്ല. അവർക്കത് മനസ്സിലായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കവനന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണത്. കാര്യം ഒരു കവനന്റ് റിലേഷൻ ഒരാളുമായി ഒരു രണ്ട് ട്രൈബ് തമ്മിൽ ഒരു കവനന്റ് റിലേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് ഇവരൊരു ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണം കഴിക്കുമ്പോൾ അവരതിലൂടെ പറയുന്നത്, ഈ ഭക്ഷണത്തിലൂടെ ഞാൻ നിന്നിലേക്കും നീ എന്നിലേക്കും പ്രവേശിക്കുന്നു. അപ്പോൾ എല്ലാ കവനന്റും ഉറപ്പിക്കപ്പെടുന്നത് ഇതിലൂടെയാണ്, ഒരു ഭക്ഷണത്തിലൂടെയാണ്. അബിമേലെക്കും ഇസഹാക്കും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്തു. ഉടനെ തന്നെ എന്ത് ചെയ്തു? അതിനുശേഷം അവിടെ നമ്മൾ കാണുന്നുണ്ടാ, അവരൊരു വലിയ വിരുന്നൊരുക്കി ഭക്ഷണം കഴിക്കുകയാണ്. ആ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി, അല്ലെങ്കിൽ അത് അഷ്യൂർ ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഉറപ്പിക്കാനായിട്ട്. അതുപോലെ അബ്രഹാമും ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത് കഴിഞ്ഞിട്ട് ദൈവം ഇറങ്ങി വന്നു. അബ്രഹാമും ദൈവം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട്. നോഹയുടെ ഉടമ്പടിയിൽ നമ്മൾ കാണുന്നത്, നോഹയോട് കർത്താവ് ഉടമ്പടി ചെയ്യുന്ന സമയത്ത് നോഹ അവൻ അയച്ച, അല്ലെങ്കിൽ അതിന്റെ യാഗത്തിന്റെ സൗരഭ്യം അവൻ മണത്തപ്പോൾ, ദാറ്റ് മീൻസ് അതൊരു ആഹാരവുമായിട്ട് റിലേറ്റ് ചെയ്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത് അറിയാമോ? നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കണം. അവർ പറഞ്ഞറിയാമോ? ഇത് കഠിനവാക്ക്. ഞങ്ങൾക്ക് ആരുമായിട്ട് മാത്രമേ ഉടമ്പടി ചെയ്യാൻ പറ്റുള്ളൂ? യഹോവയുമായിട്ട് മാത്രമേ ഉടമ്പടി ചെയ്യാൻ പറ്റൂ. നീയുമായിട്ട് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഞങ്ങൾ മോണോത്തിസ്റ്റിക്കാണ്. ഞങ്ങൾക്ക് വേറെ ദൈവമില്ല. ഞങ്ങൾക്കൊരു വേറൊരു ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ആൾക്ക് അതിനെ അനുഗമിക്കാൻ കഴിയുന്നത്? അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ അവനെ വിട്ടുപോയി. എന്തുകൊണ്ട്? ത്രിയേക ദൈവം എന്നുള്ള സങ്കല്പം അവർക്ക് ഇല്ല. അവർക്ക് ഏകദൈവ സങ്കല്പമേ ഉള്ളൂ. യേശുവിനെ അതിന്റെ കൂട്ടത്തിലൊരു ദൈവമായിട്ട് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ ദൈവത്തിന്റെ വെളിപ്പാടായിട്ടോ നമ്മൾ പറയുന്ന ത്രിയേക ദൈവത്തിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ കഠിനവാക്ക് എന്ന കാര്യം ഉപയോഗിക്കുന്നത്. എന്നാൽ യേശു പറയുന്നത്, ഐ ആം ഗാഡ്, ഐ ആം ഹു ഐ ആം. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഉടമ്പടി ചെയ്യണം. അന്ന് മുതൽ അവന്റെ ശിഷ്യന്മാർ അവനെ വിട്ടുപോയി. പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചതുമില്ല. 12 പേര് മാത്രം അവശേഷിച്ചു. 12 പേരോട് കർത്താവ് ചോദിക്കുക, എന്തിനാണ് നോക്കി നിൽക്കുന്നത്? നിനക്ക് പോകല്ലോ എന്ന് ചോദിച്ചു. പത്രോസ് ചാടിക്കടി പറയാണ്, ഞങ്ങൾ അങ്ങോട്ട് പോകാനാ. ഞങ്ങൾക്കറിയാം ഇത് ഇച്ചിരി കഠിനമാണെന്ന്, പക്ഷേ അത് നിത്യജീവന്റെ മൊഴികളാണെന്ന് ഞങ്ങള് മനസ്സിലാക്കും. ഹല്ലേലൂയ. അത് കഠിനവാക്കാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ടല്ലോ. വാട്ട് യു സെഡ്, നീ പറഞ്ഞ വാക്കുകൾ അത് നിത്യജീവനിലേക്ക് ഞങ്ങളെ നയിക്കാൻ പര്യാപ്തമാണ്. ഞങ്ങൾ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് അവരോട് പറയുന്നത്. ഞങ്ങൾ ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മൾ ശരിക്കും ആ ദൈവിക തൃത്വത്തിൽ യേശുക്രിസ്തുവിനെ ദൈവമായി ശിഷ്യന്മാർ അക്സെപ്റ്റ് ചെയ്യുന്ന ഭാഗം മനസ്സിലാക്കും. അപ്പൊ അവർ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അല്ലെന്ന് പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. അവർ കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷെ അവർ പറഞ്ഞു, യെസ് വി നോ യു ആർ ഗോഡ്, യു ആർ ഗോഡ്. അവൻ കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുറിയിൽ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നതാണ്, അവൻ പ്രത്യക്ഷനായി നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അന്ന് പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാവരും ഉണ്ടായിരുന്നു. ഒരാളില്ലായിരുന്നു, തോമസ് ഇല്ലായിരുന്നു. തോമസ് പറഞ്ഞു, ഞാൻ വിശ്വസിക്കത്തില്ല. ഞാൻ വിശ്വസിക്കണം അവന്റെ കൈകളിലെ ആണിപ്പാടുകളിൽ ഞാൻ